ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ഒരു വാക്യം, ഈ ലോക ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെട്ടുകൊണ്ട് മനസ്സ് കലങ്ങി സങ്കടപ്പെട്ടു നിരാശപ്പെട്ടു ഇരിക്കേണ്ട കാര്യമേയില്ല. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ കണ്ടുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്നും
എന്ന് പൗലോസ് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ നാം ഒന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആഴമേറിയ വിശ്വാസമുണ്ട്, ആഴമേറിയ പ്രാർത്ഥനയുണ്ട്, ആഴമേറിയ പ്രതീക്ഷകളും ഉണ്ട്. എല്ലാം ശരിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ വിചാരപ്പെട്ടുകൊണ്ടും ഭാരപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും, എന്നാൽ കർത്താവ് നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല, തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നൽകിത്തരേണ്ടതൊക്കെ നൽകിത്തരുവാൻ ഞാൻ വിശ്വസ്തനാണെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ദൈവം അതതിൻ്റെ ദിവസം ആഹാരം നൽകുന്ന ദൈവമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ വ്യക്തമായി അവിടെ പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്നു ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആകാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? വീണ്ടും ആകാശത്തിലെ പറവയും താമരയും ഒക്കെ ഉപമിച്ചുകൊണ്ട് പറയുന്നു, അവയൊന്നും നാളത്തേക്കുള്ളത് ഒരുക്കി സംഭരിച്ചു വെക്കുന്നില്ല, അവയൊക്കെയും ദൈവം എത്രയോ ശ്രേഷ്ഠമായ രീതിയിൽ പോറ്റുന്നു, പുലർത്തുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ധൈര്യത്തോടു കൂടെ നിൽപ്പീൻ എന്ന് ഓർമ്മപ്പെടുത്തുക തന്നെയാണ് ഈ പറഞ്ഞ വാക്യങ്ങളിൽ ഉള്ളത്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ശ്രേഷ്ഠ അധികാരികൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെ പ്രതിവാദിക്കേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ടും വിചാരപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. സകലത്തിന്മേലും അധികാരമുള്ള കർത്താവ്, ആ കർത്താവിനോട് സ്തോത്രത്തോടു കൂടെ നമ്മുടെ ആവശ്യങ്ങൾ പറയുക മാത്രം ചെയ്താൽ മതി. നിങ്ങളെ പോറ്റുവാൻ, നിങ്ങളെ പുലർത്തുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ആഴമേറിയ ഓർമ്മപ്പെടുത്തലാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യാകുലങ്ങളും നമ്മുടെ വിചാരങ്ങളും ഒക്കെ വിട്ടുകൊണ്ട് നമ്മൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടും നമ്മൾ ആഴമേറിയ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കഴിക്കണം. അതിനായി നമ്മൾ ഒഴുകണം. ഈ വചനം കേട്ട നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, അതിനെക്കുറിച്ച് ഞങ്ങൾ വിചാരപ്പെട്ടുകൊണ്ടല്ല, ഞങ്ങൾ വിശ്വാസത്തോടു കൂടെ ഗുരുനാഥൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളെ നടത്തുവാൻ, ഞങ്ങളെ പോറ്റുവാൻ, ഞങ്ങളെ പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. വിചാരങ്ങളൊക്കെ മാറിക്കൊണ്ട് ധൈര്യമുള്ളവരായി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുകയോ ചെയ്യണമേ. ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.